കർത്താവിന്റെ വിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഫിലദൽഫിയ പട്ടണത്തിൽ ദീർഘവർഷങ്ങളായി ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാരെ, എന്റെ പ്രിയ സ്നേഹിതരെ, ദൈവമക്കളെ, നിങ്ങൾക്ക് കർത്താവിന്റെ നാമത്തിൽ എന്റെ വന്ദനം. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ദീർഘവർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ സ്നേഹിതരെയൊക്കെ പിന്നെയും ഈ പട്ടണത്തിൽ വന്ന് കാണുവാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഈ പട്ടണത്തിൽ പുതിയ ആളാണ്. കർത്താവിന് സ്തോത്രം. എന്നാൽ ഈ പട്ടണത്തിൽ ദീർഘവർഷങ്ങളായി കർത്താവിനെ സേവിക്കുന്ന ഈ പട്ടണത്തിന്റെ പേരിനോട് ചേർന്ന് ദൈവസ്നേഹത്തിൽ മുന്നേറുന്ന ദൈവ മക്കൾക്കായി, ദൈവദാസന്മാർക്കായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ഇന്നത്തെ രാത്രിയിലത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 84-ാം സങ്കീർത്തനമാണ് എന്റെ മനസ്സിലുള്ളത്. കർത്താവിന് സ്തോത്രം. പ്രത്യേകിച്ച് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒരുപാട് പ്രാവശ്യങ്ങൾ വായിച്ച് പരിചയമായിരിക്കുന്നതായ ഒരു വേദഭാഗം. അതിന്റെ എഴുത്തുകാരന്റെ പേര് കുറെ മക്കളാണ്. കോരഹ് പുത്രന്മാർ, ഒരു കൂട്ടം അനുഗ്രഹിക്കപ്പെട്ട മക്കളാണ് ഇതിന്റെ എഴുത്തുകാരൻ. ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് അല്പം അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു പേരാണ്. കാരണം കോരഹ് എന്ന് പറയുന്ന പേര് നമുക്കത്ര സുഖമുള്ള പേരല്ല. എന്നാൽ ആ പുത്രന്മാരുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അവരെ കുറിച്ച് കേൾക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പുതിയ നിയമത്തിൽ മുടിയൻ പുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ മുടിയനായ അപ്പൻ ഇങ്ങനെ ഒരാളെ കൊണ്ട്, ഒരാളല്ല വേറെ പലരും കാണുമായിരിക്കാം, എന്നാൽ അറിയപ്പെടുന്ന മുടിയനായ അപ്പൻ, ഈ അപ്പന്റെ പേരാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത്. അപ്പോൾ ഈ അപ്പൻ ആ പേര് അങ്ങ് നശിപ്പിച്ചു. അതുകൊണ്ട് പിന്നീട് ആരും മക്കൾക്ക് ആ പേര് പിന്നെ ഇട്ടിട്ടില്ല. നമ്മുടെ സമൂഹത്തിൽ എങ്ങും ഇതുവരെ ആരും കോരഹ് എന്ന് പറയുന്ന പേരുകാരും നമ്മുടെ സമൂഹത്തിൽ ഇല്ല. നമുക്ക് ആ പേരിനോട് ഉള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. എന്നാൽ ആ പേര് എളുപ്പം മറക്കാൻ പറ്റുന്നില്ല. കാരണം മക്കൾ ആ അപ്പന്റെ പേരിന് വിരുദ്ധമായ ഒരു സ്വഭാവത്തിന്റെ ഉടമകളായി ജീവിച്ചതുകൊണ്ട് കർത്താവിന് സ്തോത്രം. ഈ ലോകത്തിൽ പേരുദോഷം എന്ന് പറയുന്നത് വല്ലാത്ത ഒന്നാണ്. നമ്മുടെ പ്രമാണം തന്നെ അത് പറയുന്നു. നല്ല പേർ സുഗന്ധ തൈലത്തേക്കാൾ. കർത്താവിന് സ്തോത്രം. ദൈവമക്കളായ നമ്മുടെ താല്പര്യമാണ് നല്ല പേര് സൂക്ഷിക്കുക എന്നുള്ളത്. കർത്താവിന് സ്തോത്രം. എന്നാൽ ഈ പേര് നഷ്ടപ്പെടുത്തിയത് കൊണ്ട് ആ മനുഷ്യനെ മത്സരി എന്ന് നമ്മള് ദൈവത്തിന്റെ പ്രമാണം വിളിച്ചിരിക്കുന്നു. എപ്പോഴാണ് ഒരു മനുഷ്യൻ മത്സരിയാകുന്നത്? നമ്മുടെ വിശ്വാസത്തിൽ ഏത് വ്യക്തിക്കും തെറ്റ് പറ്റാം എന്ന ചിന്താഗതിയാണ് നമുക്കുള്ളത്. ഒരു പാസ്റ്റർക്കോ സീനിയർ പാസ്റ്റർക്കോ ഏറ്റവും ബുദ്ധിമാനായ ആളിനും തെറ്റ് പറ്റാം. അതുകൊണ്ട് ഏത് മനുഷ്യനോടും അത് ഒരുപക്ഷെങ്കിൽ ശരിയായിരിക്കത്തില്ല, അല്ലെങ്കിൽ എന്റെ അഭിപ്രായം ഇതാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അല്ലെങ്കിൽ തെറ്റ് പറ്റാത്തവർ എന്ന പേരിൽ നമ്മൾ ആരെയും കാണുന്നവരല്ല. എന്നാൽ ഒരഭിപ്രായം പറഞ്ഞിട്ട് അതേ പിന്നെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുകയും ആ അഭിപ്രായം സ്ഥാപിക്കാൻ ഒരു മനുഷ്യൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ആ മനുഷ്യനെ മത്സരി എന്ന് വേദപുസ്തകം വിളിക്കുന്നത്. കോരഹിന് വേണമെങ്കിലും മോശയോട് ഒരു വാക്ക് പറയാം, ഈ കാര്യത്തിൽ അല്പം ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാകത്തില്ലായിരുന്നു. എന്നാൽ പറഞ്ഞതിന് പിന്നാലെ ആളിനെ കൂട്ടി അത് സ്ഥാപിച്ചെടുക്കാനായി ശ്രമിച്ചപ്പോഴാണ് ഇദ്ദേഹം മത്സരിയായി തീർന്നത്, പേരുദോഷമുണ്ടായത്. ദൈവമക്കൾക്ക് ആർക്കും അത് ഉണ്ടാകരുത്. നമുക്ക് അഭിപ്രായം എവിടെ വേണേലും പറയാം, എന്നാൽ എന്റെ അഭിപ്രായം സ്ഥാപിച്ചെടുക്കുന്നവരെ ഞാൻ വിശ്രമിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചാൽ നമ്മൾ ഈ പാരമ്പര്യത്തിൽ പോകേണ്ടി വരും.
സ്തോത്രം. ഞാൻ നമ്മുടെ നാട്ടിലെ ഒരുപാട് ദൈവദാസന്മാരെ സുവിശേഷ വേലയ്ക്ക് ഇറക്കിയ ഒരു സ്ഥലമാണ് തോന്നിയാമല എന്ന് പറയുന്ന സ്ഥലം. ആത്മീയ ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ അനേകരുണ്ട്. പക്ഷെ ആ പേര് കേൾക്കുമ്പോൾ എനിക്കൊരു ചെറിയ തോന്നിയാമല എന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊരു വല്ലാത്ത മലയാണല്ലോ. ഇവിടെ നമ്മുടെ മുമ്പ് ഒരു വഴിയുണ്ട്, ഒരു നല്ല റോഡാണ്, മനോഹരമായ ഒരു റോഡാണ്. അതിന്റെ സൈഡിൽ ഞങ്ങളുടെ തന്നെ ഒത്തിരി വിശ്വാസികൾ താമസിക്കുന്നുണ്ട്. പക്ഷെ ആ പേരെനിക്കൊരു സുഖമല്ല. ആരാ ഈ പേരിട്ടത്? വെറി റോഡോ? ആ പേര് കേട്ടാൽ ഒരു അസ്വസ്ഥത തോന്നുന്ന ഒരു പേര്. അപ്പോൾ ചില പേരുകൾക്ക് അങ്ങനെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ ദൈവമക്കളായ നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകത്തിലെ എല്ലാ റോഡും ഒരുതരം വെറി റോഡാണ്. പക്ഷെ നമ്മൾ വളരെ സൂക്ഷ്മതയോട് അതിനകത്തിൽ എല്ലാ മലയും കുറെ തോന്നിയ മലയാണ്. പക്ഷെ നമ്മൾ വളരെ സൂക്ഷ്മതയോട് അതേ കയറണം. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് കർത്താവിന് സ്തോത്രം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണമെന്നും യോഗ്യമല്ലാത്ത എല്ലാ പാരമ്പര്യങ്ങളെയും നമ്മൾ വിട്ടുകളയണമെന്നും ദൈവത്തിന്റെ വിശുദ്ധ പ്രമാണം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവിന് സ്തോത്രം. അപ്പോൾ കോരഹിന്റെ പാരമ്പര്യത്തെ വിട്ടുകളയാൻ ആഗ്രഹിച്ച ഒരു കൂട്ടം പുത്രന്മാരെ, കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ, ആ പുത്രന്മാരെ ദൈവത്തെ പാടി സ്തുതിക്കുന്നവരായിരുന്നു. അവർ ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു. കർത്താവിൽ അവർ സന്തോഷിക്കുന്നവരായിരുന്നു. കർത്താവിന് സ്തോത്രം. എനിക്ക് നിങ്ങളെല്ലാം കേട്ട് വളരെ സന്തോഷമാണ് ഈ ഫിലദൽഫിയ എന്ന് പറയുന്ന ഈ പേര്. കർത്താവിന് സ്തോത്രം. എനിക്ക് തോന്നുന്നു ഈ ലോകത്തിൽ ഇത്രയും നല്ല പേരുള്ള ഒരു പട്ടണമില്ല. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ന്യൂയോർക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കേട്ടിട്ടുള്ളത് ഫിലദൽഫിയ. ഞാൻ വിചാരിച്ചത് ഒരു വലിയ സ്റ്റേറ്റ് ആയിരിക്കും എന്നാണ്. ഇവിടെ വന്നപ്പോഴാണ് ഇത് സ്റ്റേറ്റ് അല്ല, ഇതൊരു ചെറിയ പട്ടണമാണ്. സ്റ്റേറ്റ് പെൻസിൽവേനിയ. അത് കേട്ടിട്ട് പോലും ഇവിടെ വന്നാണ് അത് കേൾക്കുന്നത്. അപ്പോൾ നല്ല ഒരു പേര്, എത്രയും നല്ല പേര് ഈ ലോകത്തിൽ ഒരു ദേശത്തിനും ഉണ്ടെന്ന് തോന്നുന്നു. കർത്താവിന് സ്തോത്രം. എന്നാൽ ഇപ്പോൾ ആ പേര് അത്ര സുഖമായിട്ട് പലർക്കും തോന്നുന്നില്ല. ഇപ്പോൾ എന്റെ സ്നേഹിതനായ പാസ്റ്റർ എഡിസന്റെ ദേശം കലഞ്ഞൂർ എന്നായിരുന്നു. ആ പേര് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു മലയാള ഭാഷയിൽ കലഞ്ഞൂർ എന്ന് പറഞ്ഞാൽ കളഞ്ഞ ഊരെന്നാണ് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് പലരും അവിടുന്ന് വിട്ടുപോയൊരു സ്ഥലം, അദ്ദേഹവും വിട്ടുപോയുള്ളൂ. അപ്പൊ എന്ത് പറഞ്ഞ പോലെ ഒരു സ്ഥലമായിട്ട് ഇപ്പം ഫിലദൽഫിയയായി തീർന്നുകൊണ്ടിരിക്കുക. കളഞ്ഞൂര് പോലെ ഓരോരുത്തർ കളഞ്ഞു പുതിയ വഴി അന്വേഷിക്കും. ഒത്തിരി പേര് ഡാളസിലോട്ട് പോയി, കുറെ പേര് എന്ന് പോകണം ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നു. ഉടനെ പോകണമെന്ന് ചിലരൊക്കെ പറയുന്നു. ഇങ്ങനെ ഒരു കുഴപ്പം ഈ ദേശത്തിന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവമക്കളായി നമ്മൾ കുറച്ചുകൂടെ ശരിക്കും പ്രാർത്ഥിക്കണം. ഇതാരും കളഞ്ഞിട്ട് പോകരുത്. ഈ നമുക്ക് കിട്ടിയ ഈ ദേശം, ഇതിന്റെ പേരും ഇതിന്റെ അനുഗ്രഹവും നമുക്ക് കുറച്ചുകൂടെ നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു വലിയ ഉത്തരവാദിത്വം മറ്റാർക്കും ഇല്ലെങ്കിൽ ഇവിടെയുള്ള ദൈവമക്കളുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അതിനുവേണ്ടി കുറച്ചുകൂടി നാളുകളിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ പട്ടണം ഇതിന്റെ പേര് പോലെ ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമായിട്ട് മുന്നേറണം. ഇപ്പോൾ അതിന് കുറച്ച് ക്ഷീണമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ക്ഷീണമൊക്കെ മാറണം. കർത്താവിന്റെ സ്തോത്രം. ഈ മക്കൾ ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഈ സങ്കീർത്തനം, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. ദൈവത്തിന്റെ പേരിനോട് ചേർത്ത് ഒരു വാക്കൂടെ പറയാൻ അവർക്ക് താല്പര്യം തോന്നിയപ്പോൾ അവരുടെ മനസ്സിൽ വന്ന പേര് സൈന്യങ്ങളുടെ യഹോവ. തങ്ങളുടെ ദൈവത്തെ അവർ നോക്കിയപ്പോൾ, ദൈവത്തെ ആരാധിക്കാൻ ഒരു കാരണം അന്വേഷിച്ചപ്പോൾ ദൈവത്തിന് വിളിക്കാൻ കൊള്ളാവുന്ന ഒരു പേരായിട്ട് തോന്നിയത് ഈ ദൈവം സൈന്യങ്ങളുടെ യഹോവ. എന്തുകൊണ്ടാണ് ഈ ദൈവത്തെ സൈന്യങ്ങളുടെ യഹോവ എന്ന് വിളിക്കാനുള്ള കാരണം? അവർ ഈ ലോകത്തിൽ എല്ലായിടത്തോട്ടും നോക്കിയപ്പോൾ കണ്ടതെല്ലാം
കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിലോട്ട് നോക്കിയാൽ ഈ അന്തരീക്ഷം നമ്മുടെ വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ ഈ വിധാനം, ഈ അന്തരീക്ഷം, ഈ വായുമണ്ഡലം അത് ദൈവത്തിന്റെ സൈന്യമാണ്. തമ്പുരാൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഇപ്പോ ഉള്ളതായ ആ ശതമാനക്കണക്കിന് ഒരു ചെറിയ വ്യത്യാസം വന്നാൽ, അതിലെ വായുവിന് ഒരു ചെറിയ വ്യത്യാസം വന്നാൽ ഈ ലോകത്തിൽ എന്തെല്ലാം വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. തമ്പുരാന്റെ ഒരു ശബ്ദത്തിന് അതൊരു വലിയ കാറ്റായിട്ട്, ഒരു പക്ഷേ ഒരു കൊടുങ്കാറ്റായിട്ട്, അതൊരു ചുഴലിക്കാറ്റായിട്ട് മാറുന്നു. അതുകൊണ്ട് ഈ സങ്കീർത്തനക്കാർ ദൈവത്തെ ആരാധിക്കാൻ നോക്കിയപ്പോൾ, കർത്താവേ, ഞാൻ കാണുന്നത് മുഴുവൻ നിന്റെ സൈന്യമാണ്. ഇടത്തോട്ട് നോക്കിയാലും വലത്തോട്ട് നോക്കിയാലും താഴോട്ട് നോക്കിയാലും മേലോട്ട് നോക്കിയാലും അതിനപ്പുറത്തോട്ട് നോക്കാൻ എനിക്ക് കഴിഞ്ഞാലും ഇത് മുഴുവൻ നിന്റെ സൈന്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പേര് സൈന്യങ്ങളുടെ ഭൂമി. കർത്താവേ, നിന്റെ നിവാസം എത്ര മനോഹരം. ആ മനോഹരം എന്ന പദം സ്നേഹത്തിൽ ജ്വലിക്കുന്നതെന്നാണ് അതിന്റെ അർത്ഥം. കർത്താവേ, നിന്റെ നിവാസം, ആ സ്ഥലത്തിന് വേണ്ടി എന്റെ ഹൃദയം കത്തി ജ്വലിക്കുന്ന കർത്താവേ, ദൈവനിവാസം, തിരുനിവാസം എത്ര മനോഹരം. ഹല്ലേലൂയ. ദൈവത്തിന്റെ നിവാസത്തിന് വേണ്ടി ദാഹിച്ച് കത്തിജ്വലിക്കുന്ന ഒരു മനുഷ്യനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിൽ ഒത്തിരി രാജധാനികളുണ്ട്. പക്ഷെ ഇന്നതിന് നമ്മൾ രാജധാനി എന്നല്ല പറയുന്നത്, പുരാവസ്തു ശേഖര സ്ഥലം എന്നാ പറയുന്നത്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? രാജാവില്ല. അതിനാണ് രാജാവില്ലാത്തതൊന്നും രാജധാനി അല്ല, പിന്നെ പുരാവസ്തുക്കളാണുള്ളത്. ആ രാജധാനി എന്നത് എങ്ങനെയാണ് ആകുന്നത്? രാജാവിന്റെ മഹത്വത്തോടെ അതിനകത്ത് വസിക്കുമ്പോഴാണ്. അപ്പൊ അതിൽ കൂടാതെ രാജാവ് മഹത്വത്തോടെ വസിക്കാതെ വേറെ എന്തെല്ലാം മഹാത്മ്യങ്ങൾ അതിലുണ്ടായാലും അത് രാജധാനിയല്ല. അതുകൊണ്ട് കെട്ടിടത്തിന്റെ സൗന്ദര്യമല്ല ഒന്നിനെ രാജധാനിയാക്കുന്നത്, അതിൽ വസിക്കുന്ന രാജാവിന്റെ ശ്രേഷ്ഠതയാണ് അതിനെ രാജധാനിയാക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ സഞ്ചരിച്ച് തന്റെ ശുശ്രൂഷ തികയ്ക്കാറായപ്പോൾ അവസാനത്തെ ഒലിവുമല പ്രസംഗം കർത്താവ് നടത്താൻ തുടങ്ങിയപ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാരിൽ ചിലർ കർത്താവിനോട് വന്ന് പറഞ്ഞു, നോക്ക് ഗുരു, എത്ര നല്ല പണി, എത്ര മനോഹരമായ കല്ലുകളാൽ അലങ്കൃതമായിരിക്കുന്നു ഈ യെരൂശലേം ദേവാലയം. അവരെത്ര ബുദ്ധികെട്ടവരായി പോലെ യേശു തമ്പുരാനെ പഠിപ്പിക്കാൻ ചെല്ലോ, ഗുരു നോക്ക് എത്ര നല്ല കല്ലും പണികളും. നമ്മുടെ നാടൻ മലയാള ഭാഷയിൽ പറഞ്ഞാൽ കർത്താവ് മറുപടി പറയടാ, മണ്ണാങ്കട്ട കണ്ടുകൊണ്ട് നീ എന്തോ വളർന്നു, നീ മനോഹാരിത കണ്ടത് മണ്ണാങ്കട്ടയുടെയാണ്. കർത്താവ് മറുപടി പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദൈവം കാര്യങ്ങളെ തീരുമാനിക്കുന്നത് മനുഷ്യരാരും കാണുന്ന പോലല്ല. രാജാവ് പോയി കഴിഞ്ഞാലും ഈ ലോകം ആർക്കിയോളജിക്കൽ പ്ലേസ് ആയിട്ട് രാജധാനി സൂക്ഷിക്കും. പക്ഷെ ദൈവം അങ്ങനെ സൂക്ഷിക്കുന്ന ദൈവമല്ല. രാജാവ് പോയി കഴിഞ്ഞാൽ, രാജാവിന്റെ മഹത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദൈവത്തിന് യാതൊരു പ്രസക്തിയും ആ സ്ഥലത്തെ കുറിച്ചില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ. ഇന്ന് ഒരു കല്ലും വേറൊരു കല്ലിന് മണ്ടയ്ക്കില്ല. അതിന്റെ മതിലിന്റെ ഒരു അംശം മാത്രമുണ്ട്. അതേ പോയി ഇടിച്ചിട്ട് എല്ലാ വർഷവും പെസഹയുടെ സമയത്തൊക്കെ അവർ പോയി കിടന്ന കാര്യം. സ്തോത്രം. എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മളാരും അങ്ങനെ ചെയ്യത്തില്ല. കാരണം സെരുബാബേലും തന്റെ കൂട്ടരും കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് ഇല്ലായ്മയുടെ നടുവിൽ വളരെ ത്യാഗം സഹിച്ച്
പണിതു തീർത്തതായ രണ്ടാമത്തെ ദേവാലയമാണ്. ആ രണ്ടാമത്തെ ദേവാലയത്തിന്മേൽ ഹെരോദാവ് വലിയവനും പിന്നെ തന്റെ മക്കൾ ഇപ്പോൾ യേശു കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 46 വർഷമായിട്ട് ആ ദേവാലയം വീണ്ടും ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ മനോഹാരിത കൂട്ടിക്കൊണ്ടിരിക്കുക. ഹെരോദാവ് ദേവാലയം പണിതില്ല. ഹെരോദാവ് അവര് പണിഞ്ഞ ദേവാലയത്തിന്റെ മഹത്വം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലേക്ക് മനോഹരമായ മാർബിൾ, വെള്ള മാർബിൾ കല്ലുകൾ കൊണ്ടുവന്ന് അതിനകത്തെ ഉപകരണങ്ങളൊക്കെ എത്രയും മനോഹരമായിട്ട് മോടി പിടിപ്പിക്കാമോ അത്ര മനോഹരമായി മോടി പിടിപ്പിച്ച് അതാർക്കും ആകർഷണീയമായ ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് അവർ ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ മനുഷ്യരായ നമ്മൾ വിചാരിക്കും, അയ്യോ എങ്ങനായാലും ഇതിവിടെ നിക്കട്ടെ. എന്നാൽ മഹാദേവൻ പറയാ, എനിക്ക് അങ്ങനെ വേണ്ട. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന്റെ പൈതലേ, എന്നെ നിന്നെയും കർത്താവ് വിളിച്ചത് വിവിധോദ്ദേശ പദ്ധതിക്കല്ല, മൾട്ടിപർപ്പസ് പ്രോജക്റ്റിനല്ല, ഒറ്റ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം വിളിച്ചത്. ആ ഒറ്റ ഉദ്ദേശം നമ്മിലൂടെ നിവർത്തിച്ച് കാണാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് നിവർത്തിക്കപ്പെട്ടില്ലെങ്കിൽ ഞാനും നിങ്ങളും ഈ ദൈവത്തിന് വിഷയമല്ല. ഹല്ലേലൂയ. അതെത്ര മനോഹരമായാലും അതെത്ര നല്ല പണിയായാലും എന്തെല്ലാം വർണ്ണന ശ്രേഷ്ഠത അതിനെക്കുറിച്ച് പറയാനുണ്ടായാലും കർത്താവിനൊറ്റ ആഗ്രഹം, നീ കർത്താവിന്റെ സൗന്ദര്യം കാണുന്നുണ്ടോ? അത് നിന്നെ ആകർഷിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. കർത്താവ് യഹൂദരെ കുറിച്ച് താരതമ്യം ചെയ്ത് പറഞ്ഞതും മുന്തിരി വള്ളിയാണ്. നമ്മുടെ നാട്ടിലെ പ്ലാവിൽ ചക്ക ഉണ്ടായില്ലെന്ന് പറഞ്ഞ് നമ്മളാരും വെട്ടിക്കളയത്തില്ല, അതോടെ വെച്ചേക്കും. കാരണം കുറെ നാൾ കഴിയുമ്പോൾ നല്ല ഉരുപ്പടി കിട്ടും. അതെ. എന്നാൽ മുന്തിരിവള്ളി മുന്തിരിങ്ങ നല്ലതുണ്ടായില്ലെങ്കിൽ പിന്നെ ഒരു പ്രയോജനമില്ല. അത് ഉരുപ്പടിക്കൊന്നും കൊള്ളാവുന്നതല്ല, വളഞ്ഞ് കൊള്ളാതെ ഒന്നിനും കൊള്ളാത്ത ഒരു വള്ളിയാണ്. അത് ഒറ്റ ഉദ്ദേശത്തിന് വേണ്ടിയാണ് മുന്തിരിവള്ളി, അതിന്റെ മധുരഫലം. അത് കിട്ടിയില്ലെങ്കിൽ അതിനെ കൊണ്ട് വേറെ ഒരു പുണ്യവും അല്ല. കുളിക്കുന്ന മുന്തിരിങ്ങ ഉണ്ടായിട്ട് കാര്യമില്ല, നല്ല ഫലം ഉണ്ടാകാൻ വേണ്ടി. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം മുന്തിരിവള്ളിയോട് ഉപയോഗിച്ചത് അതിനുകൊണ്ട് തന്നെ, ഇസ്രായേലേ, എനിക്ക് നിന്നെ കൊണ്ട് കഥ പോലെ ഇറക്കാനൊന്നും അല്ല, നിന്നെ കൊണ്ട് എനിക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. നീ ദൈവത്തെ ആരാധിക്കുന്നവനായിരിക്കണം. നിന്റെ രാജാവ് മഹത്വത്തോടെ നിന്നിൽ വാഴണം. അതിനുവേണ്ടി നിന്നെ വേർതിരിച്ചിരിക്കുന്നു. അത് നിന്നിൽ നടന്നില്ലെങ്കിൽ വേറെ ഒന്നും എനിക്ക് പ്രശ്നമല്ല. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. ഹല്ലേലൂയ. പുതിയ നിയമ വിശ്വാസികളായ ഞാൻ നിങ്ങളും നമ്മൾ അവകാശപ്പെടുന്നു, കർത്താവേ, എന്റെ ശരീരമാണ് നിന്റെ ആത്മ. ഹല്ലേലൂയ. എന്റെ ശരീരമാണ് നിന്റെ ആത്മ, നീ ഇതിനകത്തിൽ വസിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ ദൗത്യം എന്താണ്? എന്റെ ദൗത്യം എന്താണ്? എന്റെ ദൗത്യം, ഹല്ലേലൂയ, എന്റെ ദൈവം വസിക്കുന്ന ഈ ആലയത്തെ എനിക്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് എന്റെ ദൈവത്തിന് വസിക്കത്തക്ക സ്റ്റാൻഡേർഡിൽ എന്റെ അകത്തെ മനുഷ്യനെ മനോഹരമാക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? എന്റെ അകത്തെ മനുഷ്യനെ നന്നാക്കി എടുക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? എന്നെ വിളിച്ച ദൈവം, എന്റെ അകത്ത് വന്ന കർത്താവ് തന്റെ മഹത്വത്തോടെ എന്നിൽ വാഴുവാൻ തക്കവണ്ണം, തന്റെ മഹത്വം എന്നിൽ വസിക്കുവാൻ തക്കവണ്ണം എന്റെ അകത്തെ മനുഷ്യനെ ഞാൻ എങ്ങനെ അലങ്കരിച്ചെടുക്കാൻ കഴിയും? എന്റെ അകത്തെ മനുഷ്യന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ
രാത്രി നമ്മളിവിടെ ഇരിക്കുന്നത് ആ സൗന്ദര്യം കണ്ടതാണ്. സൈന്യങ്ങളുടെ യഹോവയെ, നിന്റെ നിവാസം എത്ര മനോഹരം. ഓരോ പ്രാവശ്യം ദൈവസന്നിധി പോകുമ്പോഴും ദൈവത്തിലെ എന്റെ വലിയ ആഗ്രഹം എന്റെ കർത്താവിന്റെ നിവാസം എനിക്ക് മനോഹരമാണ്. എന്റെ കർത്താവിന്റെ നിവാസം ഒത്തിരിയൂടെ നന്നാക്കണം. ഞാനൊരു ആരാധനയ്ക്ക് പോയാൽ എന്റെ സാന്നിധ്യം കൊണ്ട് ആ ആരാധനയുടെ സൗന്ദര്യം വർദ്ധിക്കണം. എന്റെ ഇരുപ്പ് കൊണ്ട് അതിന്റെ സൗന്ദര്യം വർദ്ധിക്കണം. എന്റെ സ്തുതി സ്തോത്രങ്ങൾ കൊണ്ട് അതിന്റെ സൗന്ദര്യം വർദ്ധിക്കണം. എന്റെ രാജാവ് അവിടെ ഉയരണം. ഹല്ലേലൂയ. എന്റെ ജീവിതം കൊണ്ട്, എന്റെ ശരീരം കൊണ്ട്, എന്റെ മാംസം കൊണ്ട്, എന്റെ മനസ്സുകൊണ്ട്, എന്റെ ആത്മാവ് കൊണ്ട് എന്റെ രാജാവ് ഉയരണം. വേറെ എന്തൊക്കെ ഉണ്ടായാലും പ്രത്യേകം ഓർക്കുക, കർത്താവിനെ സാധിക്കുന്നില്ല. നമ്മൾ പലരെ കുറിച്ച് വിചാരിക്കും ആ വ്യക്തി സഭയിൽ വന്ന് വെറുതെ ഇരുന്നാലും മറ്റു പല ഗുണങ്ങൾ ആ വ്യക്തിയെ കുറിച്ചുണ്ടോ? വേറെ ഒരു ഗുണവും കർത്താവിന് വേണ്ട, ഒന്നും കർത്താവിന് വേണ്ട. ഒറ്റ ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ചു, അവന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ. ഹല്ലേലൂയ. അവന്റെ സൗന്ദര്യത്തിൽ പ്രകടമാകട്ടെ. കർത്താവേ, ആരാധനയിൽ പ്രകടമാകട്ടെ. ഞാൻ കൂടുന്ന ഇടങ്ങളിൽ പ്രകടമാകട്ടെ. എന്റെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ സൈന്യങ്ങളെ നിന്റെ സൗന്ദര്യം പ്രകടമാകട്ടെ കർത്താവേ. അതിനു വേണ്ടി, ഹല്ലേലൂയ, ആ മനോഹരതയ്ക്ക് വേണ്ടി ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാൻ, ഹല്ലേലൂയ, മനോഹരത്വം കാണുവാൻ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവം മനോഹരമല്ലാത്തതിലൊന്നും വസിക്കുന്നവരല്ല. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് പുറമേയുള്ള ഡെക്കറേഷൻ ഇച്ചിരി കുറഞ്ഞാലും, ഹല്ലേലൂയ, രാജാവ് വസിക്കത്തക്കവണ്ണം ഈ രാജധാനി മനോഹരമാക്കാൻ നമുക്ക് സമയങ്ങളെ വേർതിരിച്ച് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഹല്ലേലൂയ. ഈ ശരീരത്തിന്റെ ശ്രദ്ധ എന്താണ്? രാജാവ് വസിക്കുന്നെങ്കിൽ ഈ ശരീരം രാജധാനി, രാജാവ് വസിക്കുന്നെങ്കിൽ ഇത് രാജധാനി. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ വിലയേറിയ ഒന്നും ഈ ലോകത്തിൽ വരും. അവൻ തന്റെ നിക്ഷേപങ്ങളെ ചേർക്കുവാനായിട്ട്. ഹല്ലേലൂയ.